അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, നാളെ താരീഖാണല്ലോ പരീക്ഷ. താരീഖിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തത് യോജിപ്പിക്കാം. ഖന്തക്കിൽ കിടങ്ങു കയറിയ സഹാബികൾ എത്രയാണ്? 3000. ഉഹദിൽ ഷഹീദായ സഹാബികൾ 70. ഉഹദ് യുദ്ധത്തിൽ വഴിയിൽ വെച്ച് മടങ്ങിയ മുനാഫിക്കുകൾ എത്ര പേരുണ്ടായിരുന്നു? 300. ബദറിൽ ഷഹീദായ സഹാബികൾ 14. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംബന്ധിച്ച യുദ്ധം, നബി തങ്ങൾ പങ്കെടുത്ത യുദ്ധത്തിന് എന്ത് പറയും? നബി തങ്ങൾ പങ്കെടുക്കാത്ത യുദ്ധത്തിന് എന്ത് പറയും? പങ്കെടുത്ത യുദ്ധത്തിന് ഗസ്വത്ത് എന്ന് പറയും, പങ്കെടുക്കാത്ത യുദ്ധത്തിന് സരിയത്ത് എന്ന് പറയും. ഇനി അടുത്തത് പൂർത്തിയാക്കാം. സമാധാനത്തിന്റെ സന്ദേശമാണ് പരിശുദ്ധ ഇസ്ലാം വിഭാവനം ചെയ്യുന്നത്. ബദറിൽ മുസ്ലിം പക്ഷത്ത് ആളുകളും ആയുധങ്ങളും കുറവായിരുന്നു. ഖന്തക്കിന് ശത്രുക്കൾ സംഘടിതമായി വന്നതിനാൽ അഹ്സാബ് എന്ന് പറയും. അഹ്സാബ് എന്നും പേരുണ്ട് ഖന്തക്കിന്. സമാധാനം സ്ഥാപിക്കുക എന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന ലക്ഷ്യം. ബദറിൽ തടവുകാരാക്കപ്പെട്ടവരിൽ ധനികർ ധനം കൊടുത്ത് മോചിതരായി. ഇനി അടുത്തത് എണ്ണം എഴുതാം. ബദറിൽ കൊല്ലപ്പെട്ട ഖുറൈശി യോദ്ധാക്കൾ എത്ര? 70. ബദറിൽ ഖുറൈശികളുടെ കുതിരകൾ എത്ര? 200. ഉഹദിൽ ശത്രുക്കളിൽ നിന്ന് കൊല്ലപ്പെട്ടവർ 23. ഉഹദിൽ ശത്രുക്കളുടെ കുതിരകൾ 200. ഇനി ഉത്തരം എഴുതാം. ഉഹദിൽ മുസ്ലിങ്ങളുടെ പതാക വഹിച്ചിരുന്നത് ആരാണ്? മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ബദറിൽ തടവുകാരാക്കപ്പെട്ട ദരിദ്രരിൽ ചിലർ മോചിതരായത് എങ്ങനെ? മദീനയിൽ 10 പേർക്ക് എഴുത്തും വായനയും പഠിപ്പിക്കാം എന്ന വ്യവസ്ഥയിൽ. പ്രതിരോധത്തിന് സത്യവിശ്വാസികൾക്ക് അനുവാദം ലഭിച്ചത് എപ്പോൾ? ഹിജ്റ 2-ാം വർഷം സഫർ മാസത്തിൽ. ഉഹദ് യുദ്ധമുണ്ടായ വർഷവും മാസവും ഏത്? ഹിജ്റ 3-ാം വർഷം ശവ്വാൽ 15-നാണ് ഉഹദ് യുദ്ധം ഉണ്ടായത്. മദീനയിലെ ജൂതഗോത്രങ്ങൾ ഏതെല്ലാം? ബനു ഖൈനുഖാ, ബനു ഖുറൈള, ബനു നളീർ. ഇനി അടുത്തത് പൂരിപ്പിക്കാം. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. ഈ ആയത്ത് പൂരിപ്പിക്കാനാണ്. അടുത്തത് ഹിജ്റ 5-ാം വർഷം ശവ്വാലിൽ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ 10,000 പേർ അടങ്ങുന്ന ഒരു സേനയും അത്ഫാനിൽ നിന്നുള്ള സൈന്യവും മദീന ലക്ഷ്യമാക്കി പുറപ്പെട്ടു. താരീഖിലെ ആദ്യത്തെ 4 പാഠങ്ങളാണ് നമുക്ക് പരീക്ഷക്ക് ഉള്ളത്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ 4 പാഠങ്ങളും ആവർത്തിച്ച് വായിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.